ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ. ഹരേക്ക് മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഓം നമോ മാതാജി. ഭഗവതി നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ ബാംഗ്ലൂരിന്റെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അധ്യായം ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. അധ്യായം 14 ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അല്ലെ. 14ാമത്തെ അധ്യായത്തിലല്ലേ നമ്മള്? എത്ര ശ്ലോകം വരെ പഠിച്ചു? നമ്മള് 13 ശ്ലോകം വരെ പഠിച്ചു. എന്തൊക്കെയാണ് പറഞ്ഞിരുന്നല്ലേ? ഓരോരുത്തരായിട്ട് വേഗം പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് വേഗം തുടങ്ങാം. ഋഷികളെല്ലാവരും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് പരിപൂർണത നേടിയവരാന്ന് പറഞ്ഞിരുന്നു ആദ്യത്തെ ശ്ലോകത്തില്. അതെ, മാതാജി ഞങ്ങൾക്ക് മനസ്സിലായി. ഇന്നലെ നമ്മള് അന്വേഷിച്ചു വിഷ്ണുപ്രിയ മാതാജിനെ അല്ലെ ക്ലാസ്സില്. പെട്ടെന്ന് ഉത്തരം പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മൾ നോക്കി വിഷ്ണുപ്രിയ മാതാജിനെ കണ്ടില്ലല്ലോ ഒന്നല്ലേ. ഹരേഷ്ണ മാതാജി പറഞ്ഞോളൂ. ഹരേഷ്ണ മാതാജി. നമ്മള് കഴിഞ്ഞ 14ാമത്തെ ഭൗതിക ഗുണങ്ങളെ പറ്റി പറഞ്ഞു. സത്വതമ രജോ ഗുണങ്ങളെ പറ്റി പറഞ്ഞു. പിന്നെ ഋഷിമാര് പരിപൂർണത നേടിയത് അവര് ഭൗതിക ഗുണങ്ങളെ അതിജീവിച്ചത് കൊണ്ടാണ്. അതെ. പിന്നെ ആ ജ്ഞാനത്തിൽ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ സമാനമായ അതീന്ദ്രിയ ഭാവത്തെ പ്രാപിക്കാൻ കഴിയുമെന്നും ഭഗവത് ധാമത്തിൽ എത്തിച്ചേരുമെന്നും പറഞ്ഞു. പിന്നെ ഇന്നത്തെ ശ്ലോകത്തില് ഭഗവാൻ വലിയൊരു കാര്യം പറഞ്ഞു നമുക്ക്. 4ാമത്തെ ശ്ലോകം. എല്ലാ ജീവാത്മാക്കളുടെയും പിതാവാണ് ഭഗവാൻ എന്ന 4ാം ശ്ലോകത്തിൽ പറഞ്ഞു. അവയുടെ ജീവപ്രദാവായ ബീജപ്രദാതാവായ പിതാവാണ് ഭഗവാൻ. എല്ലാ ജീവാത്മാക്കളുടെയും പിതാവാണ് ഭഗവാൻ എന്ന് ഭഗവാൻ പറഞ്ഞു തന്നു നമുക്ക്. അപ്പൊ നമ്മളിൽ കാണുന്ന സ്വഭാവമൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്? നമ്മുടെ അച്ഛന്റെ സ്വഭാവമാണെന്ന് പറയാം നമുക്ക് അല്ലെ. നമ്മളില് നമ്മളെല്ലാവരും അംഗീകരിക്കണം, നമ്മളെല്ലാവരും വണങ്ങണം എന്നൊക്കെ നമുക്ക് ചിന്തയുണ്ടെങ്കിൽ അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? നമ്മുടെ അച്ഛനിൽ നിന്ന് വന്നതാണ്. നമ്മുടെ അച്ഛനാരാണ്? പിതാവ് ഭഗവാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാനും എന്താണ് ആഗ്രഹിക്കുന്നത്? ഭഗവാൻ എല്ലാവരും വണങ്ങണം, ഭഗവാൻ എല്ലാവരും കീർത്തിക്കണം എന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കതല്ല ഇഷ്ടം. നമ്മളെല്ലാവരും പ്രശംസിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷാവും. നമ്മളെല്ലാവരും വണങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പൊ അത് തന്നെയാണ് ആരും ആഗ്രഹിക്കുന്നത്? ഭഗവാനും ആഗ്രഹിക്കുന്നത്. നമ്മളിൽ കാണുന്ന ഈ സ്വഭാവം മുഴുവൻ ആരാഗ്രഹിക്കുന്നത് തന്നെയാണ്? ഭഗവാൻ ആഗ്രഹിക്കുന്നതാണ്. പിന്നെന്താ പറഞ്ഞത്? സത്വഗുണത്തിന്റെ ഒക്കെ സവിശേഷതകൾ പറഞ്ഞു അല്ലെ. ഓരോ ഗുണത്തിന്റെയും പറഞ്ഞിരുന്നല്ലേ. സത്വഗുണം പ്രകാശമാനമാണ്, എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതുമാണെന്ന് പറഞ്ഞു. അത് സുഖത്താലും ജ്ഞാനത്താലും ജീവാത്മാക്കളെ ഭൗതിക ബന്ധത്തിൽ ബന്ധിപ്പിക്കും. കൃഷ്ണയുടെ ആധിക്യം കൊണ്ട് ഉളവാകുന്നതാണ് രജോ ഗുണം. അത് ഭൗതിക ആസക്തി മൂലം ജീവാത്മാവിനെ ഭൗതിക ലോകത്ത് കുടുക്കിയിടുമെന്ന് പറഞ്ഞു. അതായത് എന്ത് ചെയ്യുന്നത്? ഭൗതികാസക്തി നല്ല കഠിന പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. നമ്മള് ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളെ. കാരണം നമ്മളെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കഷ്ടപ്പെട്ട് പണി ചെയ്യാനായിട്ട് നമുക്ക് യാതൊരു മടി ഉണ്ടാവില്ല. അപ്പൊ ആ ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് രജോ ഗുണത്തിലുള്ളവർ. അവരുടെ സ്വഭാവം അങ്ങനെയായിരിക്കും. അടുത്തത് തമോഗുണം അജ്ഞാനത്തിൽ നിന്ന് ഉളവായതാണ്. അതിന്റെ സമ്പർക്കത്തില് എല്ലാവരും വ്യാമോഹിപ്പിച്ചുകൊണ്ടിരിക്കും.
അതെ, എന്തൊക്കെ സ്വഭാവത്തിന്റെ ലക്ഷണങ്ങൾ? മോഹത്തിലുള്ള അലസത, നിദ്ര, പ്രമാദ, അലസത, നിദ്ര. വ്യാമോഹം. പിന്നെ അകർമ്മണ്യത. എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാൻ തോന്നില്ല. നമ്മളിങ്ങനെ വെറുതെ ചടഞ്ഞുകൂടിയിരിക്കാന്നൊക്കെ പറയില്ല, ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്നത്. അതാണ് എന്തിന്റെ ലക്ഷണം? ഗുണത്തിന്റെ. നമ്മളെ ക്ലാസ്സിൽ ഉണ്ടാവില്ല അല്ലെ? തമോ ഗുണത്തിലുള്ളവരൊന്നും ഇതിലേക്ക് വരില്ല. ഭാരവാദി അങ്ങനെ ഇല്ലല്ലോ, ആരും ഫുള്ള് തമോ ഗുണത്തിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നവരൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഗുണത്തിന്റെ ലക്ഷണം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് എന്താ പറഞ്ഞത്? തമോ ഗുണത്തിന്റെ സ്വഭാവം അനുഭവപ്പെടുന്നത് എപ്പോഴും ആധിപത്യത്തിലുള്ള മത്സരം നിലനിൽക്കുന്നു. ഇത് മൂന്നും തമ്മിലുള്ള മത്സരം നിലനിൽക്കുന്നു അല്ലെ? നമ്മളിൽ ഓരോരുത്തരിലും എന്തുണ്ട്? ഈ 3 സ്വഭാവങ്ങൾ ഉണ്ടാവും. തമ്മിൽ മത്സരം നടക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് ഈ മത്സരത്തില് മുന്നിലേക്ക് ഏതിനെ കൊണ്ടുവരാൻ നോക്കണം? ഇപ്പൊ സത്വഗുണത്തിലോട്ട് കൊണ്ടുവരാൻ നോക്കണം. സത്യത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കണം. എന്നിട്ട് അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് മത്സരം നടക്കുമ്പോ നമ്മളെ സൈഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞ പോലെ നാമജപവും സത്സംഗവും ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ കൂടി ചെയ്തുകൊണ്ട് സത്വഗുണത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് സത്വഗുണത്തിലെത്താം. സത്വഗുണത്തിൽ നമുക്ക് എവിടേക്ക് എത്തണം? വേറൊരു ഗുണം കൂടി വിശുദ്ധ സത്വം എത്തണം. എന്നാലാണ് നമുക്ക് സാധിക്കുന്നത് ഭഗവാൻ ആരാധിച്ച് ഭഗവാനിൽ വിശ്വസിച്ച് നമ്മൾ പോകാം. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നമ്മളിപ്പോഴും ആടിക്കൊണ്ടിരിക്കുകയാണ്. അത് വേണോ, ഇത് വേണോ, ഭഗവാനാണ് ഓക്കെ, നമുക്കറിയാം പരമ എന്താണ് നിയന്താവാണ് ഭഗവാൻ എന്നൊക്കെ, പരമദിവ്യ പുരുഷനെന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും നമുക്ക് ചില സമയത്ത് നമുക്കൊരു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വരുമ്പോ വീണ്ടും നമ്മൾ എവിടേക്ക് തന്നെ പോകും? ദേവന്മാരുടെ തന്നെ പോകും, ദേവന്മാരുടെ അടുത്തേക്ക് തന്നെ. കാരണം നമുക്കറിയാം ഭഗവാനാണെന്ന്, പക്ഷെ എങ്കിലും നമുക്ക് അറിയാതെ ഇങ്ങനെ വന്നു പോകും നമുക്ക്, അല്ലെ? അപ്പൊ നമ്മള് പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും മുടക്കരുത്, ചെയ്യണം. പക്ഷെ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ദേവന്മാരെ ആരാധിക്കേണ്ടെന്ന് പറയുന്നില്ല ഭഗവാൻ. പറഞ്ഞോ? ഇതുവരെ ശ്ലോകങ്ങൾ പറഞ്ഞപ്പോ ആരാധിക്കേണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. അവരെ ആരാധിക്കുമ്പോ ഭഗവാനെ തന്നെ ആരാധിക്കുന്നെന്ന് പറഞ്ഞു. അതെ, പക്ഷെ അവരെങ്ങനെയാണ് ചെയ്യുക? പക്ഷെ അത് വിധിപൂർവക അല്ലാന്ന് ഭഗവാൻ പറഞ്ഞു. അല്ല, നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? അപ്പൊ എങ്ങനെയാ നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഭഗവാൻ പറഞ്ഞു ദേവന്മാരെ ആരാധിക്കേണ്ടെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുമ്പോൾ തന്നെ മറ്റുള്ള ദേവകളെല്ലാരും പ്രസാദിക്കപ്പെടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ള അമ്പലത്തിലൊന്നും പോവാതെ കൃഷ്ണനെ മാത്രം ആരാധിക്കുവോ? എന്താ ചെയ്യാ? എവിടെ, ഏത് അമ്പലത്തിൽ എവിടെ ചെന്നാലും നമ്മള് ഭഗവാൻ സ്മരണയോടുകൂടി കൃഷ്ണനോടുള്ള ആസക്തി കൂടാൻ പ്രാർത്ഥിക്കണം. കൃഷ്ണനോടുള്ള ആസക്തി കൂടാൻ പ്രാർത്ഥിക്കണം. മാതാജി എന്താ പറഞ്ഞ? ശശികല മാതാജി എന്താ പറഞ്ഞ? എവിടെ പോയാലും നമ്മൾ ഭഗവാന്റെ സ്മരണയോടുകൂടി പ്രാർത്ഥിക്കുക. എന്ത് പ്രാർത്ഥിക്കും? ഹരേ കൃഷ്ണ മന്ത്രം. ഹരേ കൃഷ്ണ മന്ത്രം ഞാൻ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഭക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുക. അതാരാ പറഞ്ഞത് ഭക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കണം? മാതാജി ആരാ? ഹരേഷ് പ്രസന്ന മാതാജി പറഞ്ഞേ? അല്ല, ആരാ പറഞ്ഞേ? ഞാൻ എവിടെ ചെന്നാലും ഹരേ കൃഷ്ണ മന്ത്രം തന്നെ ചെല്ലുന്നു. അല്ല, ഭക്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്ന മാതാജി ആരാ? ജയ മാതാജി. ജയ മാതാജി. രാവിലെ ഭാഗവതത്തിൽ കയറുന്ന മാതാജി അല്ലെ? മാതാജിക്ക് മനസ്സിലായി എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ദേവീക്ഷേത്രത്തിലും പോകണം, മഹാദേവന്റെ ക്ഷേത്രത്തിലും പോകാം, നമുക്ക് എല്ലാവിടും പോകാം. എവിടെ ചെന്നിട്ട് നമ്മൾ പറയേണ്ടത് എന്താണ്? അവരെ പോലെ ഒരു ഭക്തനാക്കി മാറ്റാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ രീതി അങ്ങോട്ട് മാറ്റാം. നമ്മൾ ഇത്രയും നാൾ എന്താണ് ഒരു ലിസ്റ്റും കൊണ്ടാ പോവുക. എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവരുത്, എന്റെ അച്ഛനമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, എന്റെ മക്കള് സുഖമായിട്ടിരിക്കണം, എന്റെ ഭർത്താവിന് പ്രോബ്ലം ഉണ്ടാവും, അങ്ങനെ നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാവും അല്ലെ? നമ്മൾ ഭഗവാനെ കാണുമ്പോൾ ചെന്ന് പറയാനായിട്ട്. പക്ഷെ നമ്മൾ എന്തിനാ ആ ലിസ്റ്റൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഏത് ക്ഷേത്രത്തിലും പോയിട്ട് നമ്മൾ എന്താ പറയേണ്ടത്? അവര് ഭഗവാന്റെ ഭക്തന്മാരാണ് അല്ലെ? എല്ലാ ദേവി ദേവന്മാരും ഭഗവാന്റെ ഭക്തനാണ്. അപ്പൊ അവരെ പോലെ നമ്മളെയും എന്താക്കി മാറ്റണം? അതേപോലെ ഒരു ഭക്തിയാക്കി മാറ്റാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വേറെ ഒന്നും നമ്മ പറയണ്ട. നമ്മൾ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിന് അറിയാം എല്ലാ കാര്യങ്ങളും. പ്രത്യേകിച്ച് നമ്മളൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇത്രയും ചെയ്താൽ മതി. നമ്മൾ അവിടെ ചെന്നിട്ട് ഭഗവാനോട് ഇത്രയും, മറ്റുള്ള ദേവന്മാരോട് ഇത്രയും പറഞ്ഞാൽ മതി നമ്മളെ അതേപോലെ ഭക്തനാക്കി മാറ്റാനായിട്ട്.
അല്ലാതെ നമ്മൾ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിധിപൂർവകമല്ല എന്നാ പറയുന്നത്. കാരണം അവിടെ ചെന്നിട്ട് നമ്മൾ ഇത് പറയുമ്പോ എന്താണ്, വേറെ ഒന്നും നമ്മൾ പറയുന്നില്ലല്ലോ. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നമുക്ക് അറിയാം ഭഗവാനാണ് എന്താണ് പരമനിയന്താവ്, പരമദിവ്യോത്തമ പുരുഷനാണെന്ന് അറിയാം. പക്ഷെ ഭൗതിക സുഖങ്ങൾ മുഴുവൻ നമുക്ക് തരുന്നത് ആരാണ് പെട്ടെന്ന് തരുന്നത്? ദേവി മഹാദേവനൊക്കെയാണ് അല്ലെ പെട്ടെന്ന് പ്രസാദിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമുക്കിപ്പോ നമ്മൾ രണ്ടു തരത്തിൽ, നമ്മൾ സുഹൃതികളിൽ വരുന്നവരാ നമ്മളാണോ? സുഹൃതികളിൽ 4 കൂട്ടര് പറയുന്നുണ്ട്. ആരൊക്കെയാണ് ഓർമ്മയുണ്ട് സുഹൃതികള്? ജ്ഞാനികൾ, ദുഃഖിതർ, ദുഃഖിതർ, ധനകാംക്ഷി, ധനകാംക്ഷി, പിന്നെ ജിജ്ഞാസു. അർത്ഥോ ജിജ്ഞാസു, ജ്ഞാനി, അതായത് ദുഃഖിതൻ, ധനകാംക്ഷി, ജ്ഞാനി, പിന്നെ ജിജ്ഞാസു. ജിജ്ഞാസു. ഇതിലേതിലാണ് നമ്മൾ വരുന്നത്? ധനകാംക്ഷി. ധനകാംക്ഷി. നമ്മള് വരുന്നത് ഏതാ? ജിജ്ഞാസ അവിടെ ഇരിക്കട്ടെ. ധനകാംക്ഷി ദുഃഖിതനും അല്ലെ? ദുഃഖം വരുമ്പോഴും ധനകാംക്ഷി, ഈ 2 കാര്യത്തിനാണ് നമ്മൾ ഭഗവാനെ വിളിക്കുന്നത്. പക്ഷെ ഭഗവാൻ അത് തെറ്റാന്ന് പറയുന്നില്ല. ഭഗവത്ഗീതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ചെയ്താലും പതുക്കെ പതുക്കെ നമ്മൾ എവിടേക്ക് എത്തും? ശുദ്ധ ഭക്തന്റെ നിലയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക്, ഇല്ലേ? ഇല്ലാന്ന് പറയുന്നില്ല. അപ്പൊ നമ്മളത് ചെയ്യുന്നോണ്ട്, കാരണം നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നമ്മളെ സുഖങ്ങളും സൗകര്യങ്ങളും നമ്മൾ വിചാരിക്കുകയാണല്ലോ ഈ ഭൗതിക ലോകം ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ പറയുന്നത് സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞു തന്നെയാണ്. നമ്മൾ അങ്ങനെ പറയില്ല. ദുഃഖം എന്തായാലും വരും. നമ്മളെ ധാരണ അങ്ങനെയാണ്. കാരണം നമ്മൾ സുഖമുള്ള ലോകം കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്? ഈ ദുഃഖാലയാണ് കണ്ടിട്ടുള്ളത്, അല്ലെ? ഭഗവത്ഗീതയിൽ പറയുന്ന ഭഗവാൻ എന്താണ്? ഭൗതിക ലോകം ദുഃഖാലയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഭാഗവതത്തിൽ പറയുന്നത് കാരാഗ്രഹാണെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത്? അപ്പൊ ഈ ദുഃഖമുള്ള ലോകത്തിൽ നിൽക്കണ ആരുണ്ട്? നമ്മളെ വിചാരം എന്താണ്? ദുഃഖമാണ് എപ്പോഴും ജീവിതത്തിൽ എന്നാ വിചാരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ആ സുഖമുള്ള സ്ഥലത്ത് പോയാലല്ലേ നമുക്കറിയുള്ളൂ. അല്ല, ഇങ്ങനെയല്ല, സുഖമുള്ള സ്ഥലം ഉണ്ടെന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭഗവാനോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഭക്തി വരാനായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ ദുഃഖിതനും ധനകാംക്ഷി, നമ്മൾ ദുഃഖം വരുമ്പോഴും ധനം ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ വിളിക്കണം. പക്ഷെ അത് തെറ്റാന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. നമ്മളത് ചെയ്തു വരുമ്പോ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ അപ്പോഴും. അപ്പൊ വിളിച്ച് നമുക്ക് എന്ത് വരാം? നമ്മൾ പതുക്കെ പതുക്കെ, തിരുവകുമാരന്റെ കഥ കേട്ടിട്ടില്ലേ? ഇന്നലെ സത്സംഗത്തിൽ മാതാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പകുതി വെച്ച് നിർത്തിയിരിക്കുകയാണ്. അടുത്ത ആഴ്ച മുഴുവനാക്കും. തിരുവകുമാരൻ എങ്ങനെയാണ്? ആഗ്രഹിച്ചുകൊണ്ട്, ധനം ആഗ്രഹിച്ചുകൊണ്ടാണ് പോയത് അല്ലെ? പക്ഷെ ലാസ്റ്റ് എന്താ പറയുന്നത്? എനിക്ക് ഭഗവാനെ മതി എന്നാണ് ധ്രുവകുമാരൻ പറയുന്നത്. കാരണം അങ്ങനെ നമ്മളും ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്താം. നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ദേവന്മാരെ ആരാധിച്ചു കഴിഞ്ഞാൽ അത് വിധിപ്രകാരമല്ലാന്ന് ഭഗവാൻ പറഞ്ഞു തന്നത്. പിന്നെ ദേവന്മാരെ ആരാധിച്ചാൽ ദേവന്മാരുടെ അടുത്തേക്കാണ് പോണത്. ഭഗവാൻ ആരാധിച്ചു കഴിഞ്ഞാൽ ദേവന്മാരെ ആരാധിക്കുന്നവര് ദേവന്മാരുടെ അടുത്ത് പോയിട്ട് ജനിക്കുന്ന പറയണത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഭഗവാൻ ആരാധിക്കുന്നവര് ഭഗവാന്റെ അടുത്ത് പോയിട്ട് ജീവിക്കുന്ന പറയുന്നത്. ജനിക്കനും ജീവിക്കനും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മള് ഭഗവാനെ ആരാധിക്കാനായിട്ട് നോക്കേണ്ടത്. മനസ്സിലായോ എല്ലാവർക്കും? ഇനി നമുക്ക് അധ്യായത്തിലേക്ക് കടക്കപ്പോ എല്ലാവരും മൂഡിൽ വന്നില്ല. നമ്മൾ ക്ലാസ് ഭഗവത്ഗീത പഠിക്കുകയാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായിപ്പോ. ഇനി നമ്മള് അധ്യായം 2 അധ്യായം അല്ല സോറി 14 14 എത്രാമത്തെ ശ്ലോകം എടുത്തേ? 13 വരെ എടുത്തു. ഇനി 14-ാമത്തെ 14 ശ്ലോകം മാതാജി. 14 എടുക്കണം അല്ലെ? ഹരേ കൃഷ്ണ. നമ്മൾ ഇന്നലെ പറഞ്ഞു മൂന്ന് പേരുടെ സ്വഭാവത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു നമ്മള്. സത്വഗുണത്തിലുള്ളവരുടെ എന്താണ് അവര് സത്വഗുണത്തിലുള്ളവരെങ്ങനെയാണ്? സത്വഗുണം അനുഭവപ്പെടുമ്പോ ശരീരത്തിന്റെ എല്ലാ ദ്വാരങ്ങളും സാത്വിക സ്വഭാവത്താല് പ്രകാശിതമാകുന്നു പറഞ്ഞു. പിന്നെ രജോ ഗുണമാണെങ്കിൽ എന്താണ്? വർദ്ധിക്കുമ്പോ കഠിന പ്രയത്നം, മോഹാവേശം, അടക്കാനാവാത്ത ആഗ്രഹം, ഇതൊക്കെയാണ് രജോ ഗുണത്തിൽ കണ്ടത്. തമോ ഗുണാണെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുക, ജീവിക്കുക, അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, ഒന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത രീതിയില് കർമ്മങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത രീതിയില് ആരായിട്ടും കൂട്ടുകൂടാതെ, അതായത് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവര്, അങ്ങനെയുള്ളവരാണ് ആര്? തമോ ഗുണത്തിലുള്ളവര്. 3 തരത്തിലുള്ളവരുടെ സ്വഭാവങ്ങൾ അവരിൽ കാണുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇനി എന്താണ് പറഞ്ഞത്? മരണശേഷം എന്താ സംഭവിക്കുന്നത് പറയുവർക്ക്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ സത്വപ്രവൃത്തേതു പ്രളയം യാതി ദേഹഭൃത് തദോത്തമ വിദാം ലോകാൻ മലാൻ പ്രതിപത്യതേ
സാത്വികർ മരിക്കുമ്പോൾ നിർമ്മലങ്ങളായ ഉത്കൃഷ്ട ലോകങ്ങളിൽ എത്തുന്നു. അപ്പൊ സാത്വികര് മരിക്കുമ്പോൾ എവിടേക്കാ പോണത്? ഋഷിവര്യന്മാരുടെ നിർമ്മലങ്ങളായ ഉത്കൃഷ്ട ലോകങ്ങളിൽ എത്തും. അപ്പൊ സാത്വിക സ്വഭാവികൾ മരിക്കുമ്പോൾ ഋഷിവര്യന്മാരുടെ നിർമ്മലങ്ങളായിട്ടുള്ള ഉത്കൃഷ്ട ലോകങ്ങളിലേക്കാണ് എത്തുന്നത്. അപ്പൊ നമുക്കറിയാം 14 ലോകങ്ങളിലെ 14 ലോകങ്ങളില് ഭൂമി എത്രാമത്തെ ലോകമാണ് വരുന്നത്? ഭൂമി എത്രാമത്തെ വരുന്നത്? ഏഴാമത് വരുന്നത് ഭൂമി വരുന്നത്. ദേവന്മാരുടെ ലോകം എത്രാമത്തെയാണ്? അഞ്ചാമത്തെ ലോകമാണ് ദേവന്മാരുടെ ലോകം. അപ്പൊ ഇങ്ങനെ ഓരോ ലോകത്തിന്റെ അറിയാലോ. ഫസ്റ്റ് തന്നെ സത്യലോകം, തമോ ലോകം, അങ്ങനെ ഓരോ ലോകങ്ങള്, തപോ ലോകം, മഹർലോകം, അങ്ങനെ വരികയല്ലോ ഓരോ ലോകങ്ങള്. ആ ലോകങ്ങളിലെ ഇപ്പൊ ഉത്കൃഷ്ട ലോകങ്ങളിലേക്കാണ് ആര് പോകുന്നത്? ഋഷിവര്യന്മാര് പറയുന്നത്. ഉത്കൃഷ്ട ലോകം എന്ന് വെച്ചാൽ ഭൂമിയുടെ മുകളിലുള്ള ലോകങ്ങള് ഉത്കൃഷ്ട ലോകങ്ങള്, താഴ്ത്തു വരുമ്പോ താഴ്ന്ന ലോകങ്ങൾ, അഥ ലോകങ്ങൾ എന്ന് പറയാം. അപ്പൊ ഈ സാത്വികര് മരിക്കുമ്പോ അവരെവിടേക്കാ പോണത്? ഋഷിവര്യന്മാരുടെ ലോകങ്ങളിലേക്ക് പോകാനായിട്ട് അവർക്ക് സാധിക്കും, സാത്വികർക്ക് സാധിക്കും. ഒരു വേർഡും കൂടി പറയുന്നുണ്ട്. ഇവിടെ ഒരു വേർഡ് പറയുന്നുണ്ട്. എന്താ പറയണത്? യഥോ തവിതാം ലോക അമലാൻ പ്രതിപത്യത എന്ന് പറയുന്നത് അല്ലെ. ലോക അമലാൻ പ്രതിപത്യത എന്ന് പറഞ്ഞ ഈ അമലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധങ്ങളായ എന്ന് പറയുന്നത്. വിശുദ്ധങ്ങളായ എന്ന് പറയാൻ കാരണം ഇവർക്ക് എന്താണ്? ഇവരെന്ത് ബാധിക്കുന്നില്ല? രജോ തമോ ഗുണങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഇവരുടെ. അപ്പൊ സത്വഗുണത്തിൽ നിൽക്കുമ്പോ അവർക്ക് എന്തില്ല? രജോ ഗുണവും തമോ ഗുണങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല. അപ്പൊ അവര് എന്താ പറയാ, അഴുക്കില്ലാത്ത, അമലാൻ എന്ന് പറഞ്ഞെങ്കിൽ ശുദ്ധമായിട്ടുള്ളത് എന്നാണ് ഇതിലുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു വേർഡ് അപ്പൊ ശ്ലോകത്തിൽ വരുന്നുണ്ട്, അമലാൻ എന്ന് പറഞ്ഞു. ലോക അമലാൻ എന്ന് പറഞ്ഞു. ലോകാൻ അമലാൻ പ്രതിപത്യത എന്ന് പറയുന്നത്. വിശുദ്ധങ്ങളായിട്ടുള്ള ലോകങ്ങളെ പ്രാപിക്കാനായിട്ട് അവർക്ക് സാധിക്കും. രജസി പ്രളയം ഗത്വാ കർമ്മ സംഖ്യേഷു ജായതേ തഥാ പ്രലീനസ്തമസി മൂഢയോനീഷു ജായതേ. രജോ ഗുണത്തോടെയാണ് മരിക്കുന്നതെങ്കിൽ ഫലം ഉദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവർക്കിടയിൽ ജനിക്കും. തമോ ഗുണത്തോടെയാണ് മരിക്കുന്നവരായിട്ട് മൃഗങ്ങളായിട്ടായിരിക്കും പിറക്കുക. ഇനി രജോ ഗുണത്തോടെയാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാ ജനിക്കുന്നത്? ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവർക്കിടയിലാണ് ജന്മം എടുക്കുക. എവിടെയാണ് ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവർ എവിടെയാണുള്ളത്? ഭൂമിയിൽ അല്ലെ. അപ്പൊ രജോ ഗുണത്തോടെയാണ് മരിക്കുന്നതെങ്കിൽ അവര് വന്നിട്ട് ജന്മം എടുക്കണ എവിടെയാണ്? ഭൂമിയിൽ വന്നിട്ട് ജന്മം എടുക്കും. തമോ ഗുണത്തോടെയാണ് മരിക്കുന്നതെങ്കിലോ മൃഗങ്ങളായിട്ടായിരിക്കും പിറക്കുന്നത്. തമോ ഗുണത്തിലുള്ളവരാണെങ്കിൽ മൃഗങ്ങളായിട്ട് ജന്മം എടുക്കും. അതല്ല രജോ ഗുണത്തോടെയാണ് മരിക്കുന്നതെങ്കിൽ ഭൂമിയിൽ വന്നിട്ട് ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവർക്കിടയിൽ വന്നിട്ട് ജന്മം എടുക്കും. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇവിടെ എന്താണ്? തമോ ഗുണത്തോടെ മരിക്കുന്നവര് മൃഗങ്ങളായിട്ടായിരിക്കും പിറക്കുക എന്ന് പറഞ്ഞു. ഇവിടിപ്പോ ഓൾറെഡി നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരിൽ തന്നെ നമ്മൾ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു? ശരിക്കും മനുഷ്യജന്മം എന്ത് ജന്മാണെന്നാ പറയുന്നത്? മനുഷ്യജന്മം ഏറ്റവും ശ്രേഷ്ഠമായ ജന്മാണ്. എന്തുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം എന്ന് പറയാൻ കാരണം? മനുഷ്യജന്മത്തിന് ഭഗവാന്റെ അതേ പ്രാപിക്കണമെങ്കിൽ മനുഷ്യരൂപം കൊണ്ട് പറ്റുള്ളൂ അല്ലെ. മനുഷ്യരൂപം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നാമം ജപിക്കാൻ സാധിക്കും, ഭഗവാന് പൂജ ചെയ്യാൻ സാധിക്കും, ആരാധനകളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? മനുഷ്യജന്മത്തിലാണ് സാധിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുമോ? മൃഗങ്ങളോ പക്ഷികളോ ഒക്കെ ഭഗവാനെ ആരാധിക്കുന്നത് കാണുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ മനുഷ്യജന്മത്തിലാണ് നമുക്ക് ഇതൊക്കെ സാധിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം മനുഷ്യജന്മാണ്. ഏറ്റവും ലാസ്റ്റ് ജന്മം മനുഷ്യജന്മാണെന്ന് പറയും അല്ലെ. കാരണം എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? നമ്മൾ ഭഗവാനെ ഇതൊക്കെ ചെയ്തു വരുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടാണ്? നമ്മൾ പരിശുദ്ധരായിട്ട് ഭഗവാനെ പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ ഇത് ചെയ്താലാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ. ആണോ? അപ്പൊ നമ്മള് മനുഷ്യജന്മം കിട്ടിയിട്ടും നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെയും എന്തായിട്ട് ജന്മം എടുക്കുകയാണ്? മൃഗങ്ങളായിട്ടോ ജന്മം എടുക്കും. അതായത് അപ്പൊ നമുക്കൊരു മനുഷ്യജന്മം, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജന്മം കിട്ടിയത് എന്തിനാണ്? ശരിക്കും ഭഗവാനെ ആരാധിക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യന്റെ പരമമായ ധർമ്മം
ഭക്തി സേവനാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഭഗവാൻ സേവനത്തിന് അവസരം കിട്ടിയിട്ടും നമ്മൾ അത് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ജന്മത്തിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മളെ കയ്യിലിരിപ്പുണ്ട് നമ്മൾ എന്ത് വേണ്ടി വരാണ്? വീണ്ടും നമ്മൾ താഴ്ന്ന യോനിയിൽ പോയിട്ട് ജന്മം എടുക്കേണ്ടതായിട്ട് വരുന്നത്. അതല്ലെങ്കിലോ നമ്മൾ ഭഗവാൻ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ചിലപ്പോ ഈ ഒരു ജന്മം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്തത് വീണ്ടും നമുക്കൊരു മനുഷ്യ ജന്മം കിട്ടും. അത് ഇതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു ജന്മമാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും ഭഗവാനെ ആരാധിച്ച് നമുക്ക് ഭക്തിയിലൂടെ ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ എന്താ സംഭവിക്കുന്നവര് വീണ്ടും മൃഗങ്ങളായിട്ട് പിറക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കർമ്മമാണ് നമ്മളെ അടുത്ത ജന്മത്തെ ശരീരം നമുക്ക് ഏതാണെന്ന് തീരുമാനിക്കും. നമ്മളിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അനുസരിച്ചാണ് നമ്മളെ അടുത്ത ജന്മത്തെ ശരീരത്തെ തീരുമാനിക്കുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? നമ്മളിപ്പൊ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അടുത്തൊരു ജന്മത്തില് നമ്മുടെ ശരീരം എന്താണെന്ന് തീരുമാനിക്കുന്നത്. നമ്മളിപ്പോ നാമം ജപിച്ച് ഭഗവത്ഗീത പഠിച്ച് ഭാഗവതമൊക്കെ പഠിച്ച് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോ ഈ ജന്മത്തിൽ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി അടുത്ത ജന്മത്തിൽ നമുക്ക് വീണ്ടും എന്ത് ജന്മം കിട്ടും? മനുഷ്യ ജന്മം കിട്ടും. അതെങ്ങനെയായി കിട്ടുക? നമ്മൾ പറഞ്ഞല്ലേ, ധനാഢ്യരുടെ കുടുംബങ്ങളില്, ശ്രേഷ്ഠരായ വൈഷ്ണവരുടെ കുടുംബങ്ങളില് ഇരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള അവസരം കിട്ടും. അങ്ങനെ നമുക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യ ജന്മത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കണം, ഭഗവത്ഗീത ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങൾ കേൾക്കുക, സത്സംഗം, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷെ നമുക്ക് അതുകൊണ്ട് കിട്ടുന്നത് എന്താണ്? അടുത്തൊരു ജന്മം, ശ്രേഷ്ഠമായ ഒരു ജന്മത്തിലേക്കാണ് നമ്മൾ അത് വഴിനളിക്കുന്നത്. അല്ലേ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഹരേ കൃഷ്ണ. അവിടെ ഉണ്ടല്ലോ എല്ലാവരും. മനസ്സിലായി മാതാജി. അവിടെ ഉണ്ടല്ലോ ചോദിച്ചു. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം. കർമ്മണ സുകൃതസ്യാഹു സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസാ ഫലം. സത്കർമ്മത്തിന്റെ ഫലം വിശുദ്ധമാണ്, അത് സ്വാത്വിക ഗുണത്തിലാണെന്ന് പറയപ്പെടുന്നു. രജോ ഗുണത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ദുഃഖമാകുന്നു. തമോ ഗുണത്തിലെ പ്രവർത്തനങ്ങളുടെ ഫലം മൗഢ്യവും അജ്ഞാനവുമാണ്. അപ്പൊ സത്വഗുണത്തിന്റെ ഫലം എങ്ങനെയാണ്? വിശുദ്ധമായിട്ടുള്ളതാണ് സത്വഗുണം. സത്വഗുണത്തിന്റെ ഫലം വിശുദ്ധമായിരിക്കും. അത് സാത്വിക ഗുണത്തിലാണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ രജോ ഗുണത്തിലാണെങ്കിലോ ദുഃഖമായിരിക്കും ഫലം, തമോ ഗുണത്തിലാണെങ്കിൽ അജ്ഞാനവും മൗഢ്യവും. അതായത് സത്വഗുണത്തിൽ നമ്മൾ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, സാത്വികമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മള് സാത്വിക ഗുണത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ്? പോസിറ്റീവായിട്ട് നല്ല വശങ്ങൾ മാത്രം കാണുന്നു, മറ്റുള്ളവരുടെ നല്ല വശങ്ങൾ മാത്രം കാണുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും എങ്ങനെയാണ്? മറ്റുള്ളവർക്ക് നന്മയുണ്ടാകാവുന്ന രീതിയിലുള്ള പ്രവൃത്തികളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. രജോ ഗുണത്തിലുള്ളവരാണെങ്കിലോ നമ്മൾ പറഞ്ഞു, രജോ ഗുണത്തിലുള്ളവർ കഠിനാധ്വാനികളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആ കഠിനാധ്വാനം ചെയ്യുന്നത് അവരുടെ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടായിരിക്കും അവര് ചെയ്യുന്നത്. പക്ഷെ അത് നടക്കാതെ വരുമ്പോ അവർക്ക് എന്താണ് ഫലം? ദുഃഖമായിരിക്കും അതിന്റെ ഫലം വരുന്നത്. അപ്പൊ രജോ ഗുണത്തിന്റെ ഫലം ദുഃഖമായിരിക്കും. തമോ ഗുണത്തിലാണെങ്കിലോ ഫലം എങ്ങനെയാണ്? മൗഢ്യവും അജ്ഞാനവും. കാരണം അവര് ചെയ്യുന്നത് അവർക്ക് പോലും അറിയില്ല എന്താ ചെയ്യുന്നതെന്ന്. അവർക്ക് അറിയാമില്ല, അവരാരോടും ചോദിക്കുകയില്ല, ഒരാളായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരാണ് അജ്ഞാനി. നമ്മൾ പറഞ്ഞത് തമോ ഗുണത്തിലുള്ള ഒരു അജ്ഞാനികളാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന്റെ ഫലം എന്തായിരിക്കും? അജ്ഞാനം നിറഞ്ഞതായിരിക്കും, മൗഢ്യം നിറഞ്ഞതായിരിക്കും. സത്വ സംജായ ദേശാനം രാജസോ ലാഭ ഏവച പ്രമാദ മോഹ തമസോ ഭവതോ ജ്ഞാനമേവച. സത്വഗുണത്തിൽ നിന്ന് യഥാർത്ഥമായ ജ്ഞാനവും, രജസിൽ നിന്ന് ലോഭവും, തമസിൽ നിന്ന് പ്രമാദവും, മോഹം, മൗഢ്യം എന്നിവയും ഉണ്ടാകുന്നു. സത്വഗുണത്തിൽ നിന്ന് എന്താണ്? ജ്ഞാനം കൊണ്ടാണ് സത്വഗുണത്തിനെ ബന്ധിച്ചിരിക്കുന്നത്. അപ്പൊ സത്വഗുണത്തിലുള്ളവർക്ക് എന്ത് കിട്ടാണ്? ജ്ഞാനം നേടാൻ സാധിക്കും. രജോ ഗുണത്തിൽ നിന്ന് ലോഭം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ലോഭം ലോഭം എന്ന് വെച്ചാൽ നമ്മള് ഓരോ വസ്തുക്കളോടുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയില്ലേ നമ്മള്? ആസക്തി എന്നല്ല പറയാം. നമുക്ക് ഓരോ കാര്യങ്ങളോടുള്ള ആഗ്രഹങ്ങൾ, ലോഭം എന്ന് വെച്ചാൽ വസ്തുക്കളോടുള്ള ആഗ്രഹങ്ങളില്ലേ? അതായത് ഇപ്പൊ നമുക്ക് വലിയ വീട് വേണമെന്നുള്ള ആഗ്രഹം, വലിയ വണ്ടി വേണമെന്നുള്ള ആഗ്രഹം, കുറെ ഡ്രസ്സ് വേണമെന്ന്, കുറെ സ്വർണം വേണമെന്ന്, അങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ട് കുറെ ആഗ്രഹിക്കാം. അങ്ങനെ ഓരോ വസ്തുക്കളോടുള്ള ആഗ്രഹങ്ങൾ, അതിനെ ലോഭം എന്ന് പറയാം. നമുക്ക് ഭൗതികമായ വസ്തുക്കളോടുള്ള ഭൗതികമായ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ, അതിന് നമുക്ക് ഭൗതികമായ വസ്തുക്കളോട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം ഭൗതികമായ രീതിയിൽ, അതിനോടുള്ള ആഗ്രഹങ്ങൾ നമുക്ക് ലോഭം എന്ന് പറയാം. പിന്നെന്താ പറയണത്?
തമസിൽ നിന്ന് പ്രമാദം, തമസിൽ നിന്ന് എന്താ ഉണ്ടാകുന്നത് നമുക്ക്? പ്രമാദം ഒക്കെ ആയിരിക്കും തമസിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പൊ രജോ ഗുണത്തിൽ നിന്ന് ലോഭം, സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനം, തമസിൽ നിന്ന് എന്താ പറയാ മൗഢ്യം, അജ്ഞാനം. ഇതൊക്കെ പറയാ നിന്നും ഓരോന്നുണ്ടാകുന്നത് നമുക്ക് മനസ്സിലായി. ജ്ഞാനം ഉണ്ടാകും, രജസിൽ നിന്നാണെങ്കിൽ ലോഭം ഉണ്ടാകും, തമസിൽ നിന്ന് അജ്ഞാനം ആണ് നമുക്ക് ഉണ്ടാകുന്നത്. ഊർധം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസഃ ജഗന്യ ഗുണവൃത്തിസ്ഥ അധോ ഗച്ഛന്തി താമസഃ. സാത്വിക സ്വഭാവികൾ ക്രമേണ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് വരും. സാത്വിക സ്വഭാവികൾ എവിടേക്കാ വരുന്നത്? ശ്രേഷ്ഠമായ ലോകങ്ങളിലേക്ക്, ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് സാധിക്കും. രാജസ്ഥ പ്രകൃതിയിലുള്ളവര് ഭൂലോകങ്ങളിൽ ജീവിക്കും. തമോ ഗുണത്തിനടിയിൽപ്പെട്ടവരാണെങ്കിലോ നരകങ്ങളിൽ പോയി നിപതിക്കും. അപ്പൊ സാത്വിക സ്വാഭാവികർക്ക് പൊതുവെ നമുക്ക് എവിടേക്ക് പോകാൻ സാധിക്കും? ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും. രാജസ്യ സ്വാഭാവികളാണെങ്കിലോ ഭൂലോകത്തിൽ ജീവിക്കും. തമോ ഗുണത്തിലുള്ളവരാണെങ്കിൽ നരകത്തിൽ ജീവിക്കും. പക്ഷെ ഇതിന് എന്ത് മനസ്സിലാക്കുക? ഈ 3 ഗുണത്തിലുള്ളവരും എവിടെ തന്നെയാണ് കറങ്ങുന്നത്? അവരെവിടെ തന്നെയാണ് കറങ്ങുന്നത്? ഭൂമി എന്നല്ല, ഭൗതിക ലോകത്തില് അല്ലെ? ഭൂമിയും ഉൾപ്പെട്ട 14 ലോകങ്ങളാണ് ഈ ഭൗതിക ലോകത്തിലുള്ളത്. അങ്ങനെയല്ല, 14 ഗ്രഹങ്ങളുണ്ട്. 14 ഗ്രഹങ്ങളാണ് ഈ ഭൗതിക ലോകത്തിലുള്ളത്. അപ്പൊ ഏറ്റവും മുകളിലുള്ള ഗ്രഹമാണ് എന്താണ് നമ്മളെ സത്യലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകം എന്ന് പറയുന്നത്. അപ്പൊ ഈ സാത്വിക സ്വാഭാവികളും രാജസിക സ്വാഭാവികളും തമോ ഗുണത്തിലുള്ളവരും എവിടെ തന്നെയാണ് കറങ്ങുന്നത്? ഈ 14 അതിന്റെ മുകളിലാണ് അഭൗതിക ലോകത്തിൽ. ഈ 14 ലോകത്തിലാണ് ഭൗതിക ലോകം. ഇതിന്റെ മുകളിലാണ് എന്ത്? ആത്മീയ ലോകം. അതായത് ഗോലോക വൃന്ദാവനം പിന്നെ വൈകുണ്ഠ ലോകങ്ങളൊക്കെ ഈ ഭൗതിക ലോകത്തിന്റെ മേലെയാണ്. ആണല്ലോ? മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഈ ഉത്കൃഷ്ട ലോകങ്ങൾ, അതായത് സാത്വിക സ്വാഭാവികളും രാജസിക സ്വാഭാവികളും തമോ ഗുണത്തിലുള്ളവരും എവിടെ തന്നെയാണ് കാണുന്നത്? നമ്മള് ഈ ഭൗതിക ലോകത്തിലുള്ളവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് എന്തുണ്ട്? മരണമുണ്ട്, ജനന മരണങ്ങളുണ്ട്. ഭൗതിക ലോകത്തിലുള്ളവർക്ക് ജനന മരണമുണ്ട്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഈ സത്വഗുണത്തിനും രജോ ഗുണത്തിനും തമോ ഗുണത്തിനും മറികടന്ന് നമുക്ക് എവിടേക്ക് എത്തണം? ഈ ജനന മരണം ഇല്ലാത്തൊരവസ്ഥ. അതാണ് ആധ്യാത്മിക ലോകങ്ങൾ. അവിടേക്ക് നമ്മൾ കടക്കണം. അതല്ലെങ്കിൽ സത്വഗുണത്തിൽ വന്നാലും രജോ ഗുണത്തിൽ വന്നാലും തമോ ഗുണത്തിൽ വന്നാലും നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ജനന മരണങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ 3നെ മറികടന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്താനായിട്ട് ശ്രമിക്കേണ്ടത്. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോധി ഗച്ഛതി. യാതൊരു കർമ്മത്തിനും പ്രകൃതിയുടെ ഈ ത്രിഗുണങ്ങളല്ലാതെ വേറെ കർത്താവില്ലെന്ന് ശരിയായി മനസ്സിലാക്കുകയും ഗുണാതീതനായ ഭഗവാനെ അറിയുകയും ചെയ്തവൻ എന്റെ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കുന്നു. അപ്പൊ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും കാരണം എന്താണ്? ഈ ത്രിഗുണങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ വേറൊരാളുമല്ല, ത്രിഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യിക്കുന്നെന്ന് ശരിയായി മനസ്സിലാക്കി ഈ ഗുണങ്ങൾക്ക് അതീതനായ ഭഗവാനെ കുറിച്ച് അറിയുകയും ചെയ്യുന്നവന് ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കി തരാനുണ്ട് അല്ലെ? ഈ ത്രിഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യിക്കുന്നത്. ഏത് ഗുണമാണോ നമ്മളെ സ്വാധീനിച്ചിരിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ സ്വഭാവം രൂപീകരിക്കപ്പെടും. അതനുസരിച്ച് നമ്മൾ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ത്രിഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഗുണങ്ങൾക്ക് അതീതനായ ഭഗവാൻ, ഗുണങ്ങൾക്ക് അതീതനാണ് ആര്? ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ എന്ത് പറയും? നിർഗുണൻ എന്ന് വിളിക്കും. ആ ഭഗവാൻ ഗുണങ്ങൾക്ക് അതീതനായിട്ടുള്ള ഭഗവാനെ അറിയുക. ഭഗവാനെ അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക. എല്ലാത്തിന്റെ നിയന്താവാണ് ഭഗവാൻ. പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ. പിന്നെന്താണ്? ദേവന്മാരുടെ അധിപനാണ് ഭഗവാൻ. എല്ലാവരുടെ അഭ്യുതകാംക്ഷിയാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാനെ തത്വത്തില് ശരിയായ രീതിയിൽ ഭഗവാനെ മനസ്സിലാക്കുന്നവർക്ക് എന്ത് സാധിക്കും? ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അതായത് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്ത് വേണം? ത്രിഗുണങ്ങള്, ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് അതിനെ മറികടക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഗുണാനേതാനതീത്യത്രീൻ ദേഹി ദേഹാസമുദ്ഭവാൻ ജന്മ മൃത്യുജരാ ദുഃഖേ വിമുക്തോ മൃതമശ്നുതേ. ശരീര സംബന്ധികളായ ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കാൻ സാധിച്ചാൽ ശരീരസ്ഥനായ ജീവന് ജനന മരണ വാർദ്ധക്യം മുതലായ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനായി ഈ ജീവിതത്തിൽ തന്നെ അമൃത ആസ്വദിക്കാൻ സാധിക്കും. അപ്പൊ ഈ 3 ഗുണങ്ങളെ മറികടക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാല്
ഈ 3 ഗുണങ്ങളെ നമുക്ക് മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാല് ഈ ജീവാത്മാവിന് ഈ ശരീരത്തിൽ തന്നെ ഈ ജീവിതത്തിൽ തന്നെ എന്ത് സാധിക്കാണ്? ജനന മരണ വാർദ്ധക്യം ഈ പറഞ്ഞ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനായിക്കൊണ്ട് അമൃത് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശരീര സംബന്ധികളായിട്ടുള്ള ഈ 3 ഗുണങ്ങളെ മറികടക്കാനായിട്ട് ശ്രമിക്കുക. അത് മറികടക്കണമെങ്കിൽ നമുക്ക് എന്തിലൂടെ സാധിക്കുള്ളൂ? നിരന്തരം ഭഗവാന്റെ നാമജപം, അല്ലാതെ ഭഗവത് സ്മരണ, നിരന്തരം ഭഗവാനെ സ്മരിക്കുക, കീർത്തിക്കുക, പിന്നെന്താണ്? ശ്രവിക്കുക. ഈ 3 കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. നിരന്തരം ഭഗവാനെ സ്മരിക്കണം, കീർത്തിക്കണം, ശ്രവിക്കണം. ഇതിലൂടെ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഈ 3 ഗുണങ്ങളെ മറികടക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാല് ആ ശരീരസ്ഥനായ ജീവാത്മാവിനെ ജനന മരണ വാർദ്ധക്യത്തിൽ നിന്നൊക്കെ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനായിട്ട് ഈ ജീവിതത്തിൽ തന്നെ എന്താ ആസ്വദിക്കാം? അമൃതം ആസ്വദിക്കാം. അമൃതം ആസ്വദിക്കാന്ന് വെച്ചാൽ എന്താണ്? അമൃതം, മരണമില്ലാത്തൊരവസ്ഥ അല്ലെ. മരണമില്ലാത്തൊരവസ്ഥ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ ആർക്ക് പറഞ്ഞു കൊടുക്കാണ്? ഭഗവാൻ ഇപ്പൊ അർജുനന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഈ നമ്മൾ എന്ത് ചെയ്യണം? ഈ ത്രിഗുണങ്ങളെ മറികടക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് ഇപ്പൊ ഇതിന്റെ ചുരുക്കത്തിൽ ഈ അധ്യായത്തിൽ ഇപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? അർജുനന് ത്രിഗുണങ്ങളെ മറികടക്കാൻ ശ്രമിച്ചാലേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ? ഈ ആധ്യാത്മിക ലോകത്തിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. ഭൗതിക ലോകത്തിൽ നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അത് മനസ്സിലാക്കിയ ഋഷിമാർക്കാണ് എന്ത് സാധിച്ചത്? ഭഗവാനെ പ്രാപിക്കാൻ സാധിച്ചതെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അർജുനൻ ഈ അധ്യായത്തിൽ ഇത്രയും കാലം കൊണ്ട് എന്താ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? മെയിൻ ആയിട്ട് ത്രിഗുണങ്ങളെ മറികടക്കണം അല്ലെ. അങ്ങനെയല്ലേ പറഞ്ഞു കൊടുക്കുന്നത്? ത്രിഗുണങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല രീതിയിൽ പറയുന്നു. ഫൈനലി എന്താണ് പറയുന്നത്? ഈ നമ്മള് ത്രിഗുണങ്ങളെ മറികടക്കണം, സത്വ രജോ തമോ ഗുണങ്ങളിൽ നിന്ന് മാറണം എന്നുള്ളതാണ് നമുക്ക് പറയുന്നത് ഉണ്ടായിരുന്നത്. അപ്പൊ അത് മറികടന്നു കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ തന്നെ അമൃത ആസ്വദിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അർജുനന് മനസ്സിലായി പറഞ്ഞപ്പോ ഈ ഇതിനെ മറികടക്കാനാണ് പറയുന്നത്. അപ്പൊ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാന്റെ അടുത്ത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അർജുനൻ എന്താ ചോദിക്കുന്നത്? നമ്മളെ പോലെ തന്നെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അടുത്ത ചോദ്യം നമുക്ക് വരുന്നത് ഇത് തന്നെ. എന്താ ചോദിക്കുന്നത്? നമ്മളെ മനസ്സിൽ തോന്നിയ ചോദ്യമാണ്. ഈ ചോദ്യം ആരെങ്കിലും മനസ്സിൽ ഇപ്പൊ വന്നപ്പോ ഞാൻ ചോദിക്കാം. അർജുന ഉവാച കൈർലിംഗൈ സ്ത്രീൻ ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചൈസ്ത്രീൻ ഗുണാനാതി വർത്തതേ. എന്താ ചോദിക്കുന്ന അർജുനൻ? പ്രഭോ, ത്രിഗുണങ്ങളെ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പെരുമാറ്റം? അയാൾ എങ്ങനെ ത്രിഗുണങ്ങളെ അതിക്രമിക്കുന്നു? നമുക്കുള്ള സംശയമാണ് അല്ലേ ഇത്. നമ്മളുള്ളിലും വരുന്ന ചോദ്യമാണ് ഈ ത്രിഗുണങ്ങൾ എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ സാധിക്കുക? കാരണം ത്രിഗുണങ്ങളാണ് എല്ലാത്തിനും കാരണം എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് അടുത്തത് അറിയേണ്ടത് ഈ ത്രിഗുണങ്ങൾ എങ്ങനെ മറികടക്കാൻ സാധിക്കും? ആ ത്രിഗുണങ്ങളെ മറികടന്ന വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്താണ്? എന്നാലല്ലേ നമ്മളത് മറികടന്നെന്ന് അറിയുള്ളൂ. അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്തായിരിക്കും? 3 ചോദ്യങ്ങളാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. ഒന്ന്, ത്രിഗുണങ്ങൾ എങ്ങനെ മറികടക്കാൻ സാധിക്കും? ആ മറികടന്ന വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആ അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്താണ്? തോന്നി ഇങ്ങനെ ഒരു ചോദ്യമല്ല ആരുടെ മനസ്സില്? തോന്നിയെങ്കിൽ ഉത്തരപ്പ് ഭഗവാൻ തരും. തോന്നാത്തവരൊക്കെ മിണ്ടാതിരുന്നോളൂ. തോന്നിയവർക്ക് ഉത്തരപ്പ് തരും ഭഗവാൻ. എന്താ പറഞ്ഞത്? അപ്പൊ ത്രിഗുണങ്ങളെ മറികടക്കാനായിട്ട് ആ ത്രിഗുണങ്ങളെ എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുന്നത്? ആ മറികടന്ന വ്യക്തിയുടെ ലക്ഷണങ്ങൾ, അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ അതിന് ഉത്തരം കൊടുക്കാണ് അടുത്ത ശ്ലോകത്തില്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ ഉത്തരം കൊടുക്കുന്നതാണ്. എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവർത്താനി കാംക്ഷതി ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യത്തെ ഗുണാ വർത്തന്ത ഇത്യേവം യോപതിഷ്ഠതി നേഹതേ സമദുഃഖ സുഖം സ്വസ്ഥ സമലോഷ്ടാശ്മ കാഞ്ചനഃ തുല്യപ്രിയ പ്രിയോ ധീര തുല്യ നിന്ദാത്മസംസ്തുതി മാനാപമാനയോസ്തുല്യം തുല്യോ മിത്രാദിപക്ഷയോ സർവാരംഭ പരിത്യാഗി ഗുണാധീതാസ ഉച്യത്തെ. എന്താ ഭഗവാൻ പറയുന്നത്? ഭഗവാൻ പറഞ്ഞു, ഹേ പാണ്ഡുപുത്ര, അർജുനനോട് പറയാണ്, ഹേ പാണ്ഡുപുത്ര, പ്രകാശത്തിന്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിന്റെയോ സാന്നിധ്യത്തിൽ ആർക്ക് വെറുപ്പുണ്ടാകുന്നില്ലയോ? അവയുടെ അസാന്നിധ്യത്തിൽ അത് വേണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നില്ലയോ?
പ്രകൃതി ഗുണങ്ങൾ ഉളവാക്കുന്ന പ്രതികരണങ്ങളിൽ ആര് പ്രക്ഷുബ്ധനാവാതിരിക്കുന്നുവോ, പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഉദാസീനനും അവയ്ക്ക് അതീതനുമായിരിക്കുന്നുവോ, ആത്മനിഷ്ഠനായി സുഖദുഃഖങ്ങളെ തുല്യനിലയിൽ കാണുന്നുവോ, ആരുടെ ദൃഷ്ടിയിൽ മൺകട്ടയും കല്ലും പൊന്നും വ്യത്യസ്തമല്ലയോ, ആർക്ക് പ്രിയമായോ അപ്രിയമായോ യാതൊന്നില്ലയോ, പിന്നെ ധീരനും നിന്ദകളിലും സ്തുതികളിലും മാനത്തിലും അപമാനത്തിലും സമചിത്തനും ശത്രുഭേദമില്ലാത്തവനും നിരുദ്യമനുമായ വ്യക്തിയെ ഗുണാതീതൻ എന്ന് പറയാം. ഗുണങ്ങൾക്ക് അതീതനാണെന്ന് പറയാം. അപ്പൊ ത്രിഗുണങ്ങളെ മറികടന്ന വ്യക്തി എങ്ങനെയുള്ളതായിരിക്കും എന്നാണ് ഈ പറയുന്നത്. അർജുനൻ ചോദിച്ചത് അതായിരുന്നു അല്ലെ, എങ്ങനെയാണ് ചോദിച്ചിരുന്നത്? ത്രിഗുണങ്ങളെ അതിക്രമിക്കുന്നത് എങ്ങനെയാണ്, അയാളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും, ലക്ഷണങ്ങൾ എന്തായിരിക്കും. അപ്പൊ ഗുണങ്ങളെ മറികടന്ന വ്യക്തിയുടെ ലക്ഷണങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ആ വ്യക്തിയുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. എങ്ങനെയാണ് പറയുന്നത്? അപ്പൊ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരാണ് ഈ 4 ശ്ലോകത്തിലൂടെ തന്നിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞത്? ആർക്കാണോ പ്രകാശത്തിന്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിന്റെയോ സാന്നിധ്യത്തിൽ വെറുപ്പുണ്ടാകില്ല. അതായത് നമുക്ക് പ്രകാശം, ആസക്തി, വ്യാമോഹം ഇതിന്റെ സാന്നിധ്യത്തിൽ വെറുപ്പും ഉണ്ടാകുന്നില്ല. അത് ഇല്ലെങ്കിൽ അത് വേണമെന്ന് ആഗ്രഹമില്ല. അതായത് ഉണ്ടെങ്കിലും വിരോധമില്ല, ഇല്ലെങ്കിലും വിരോധമില്ല. ആ ഒരു അവസ്ഥ നമ്മള് എന്താ പറയാ, സമതുലിനാവസ്ഥ എന്താ പറയാ നമുക്ക്. അതായത് ഒരേപോലെ കാണാം. ഉണ്ടായാലും വിരോധമില്ല, നമുക്കത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഹരേ കൃഷ്ണ. പ്രകാശത്തിന്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിന്റെയോ സാന്നിധ്യത്തില് ആർക്ക് വെറുപ്പുണ്ടാകുന്നില്ല. അത് ഉണ്ടെങ്കിൽ വെറുപ്പുമില്ല, അതില്ലെങ്കിൽ അത് വേണമെന്ന ആഗ്രഹവും ഇല്ല, രണ്ടുമില്ല. നോർമലി ബാലൻസ് ചെയ്തു പോകുന്ന ഒരവസ്ഥ. പിന്നെ പ്രകൃതി ഗുണങ്ങൾ ഉളവാക്കുന്ന പ്രതികരണങ്ങളിൽ ആര് പ്രക്ഷുബ്ധനാവാതിരിക്കുക. പ്രകൃതി ഗുണങ്ങൾ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രക്ഷുബ്ധനാവാതില്ല. നമ്മളിപ്പോ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ കൊണ്ട് നമ്മളിപ്പോ എന്തെങ്കിലും പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ പ്രതികരണങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ അതിൽ നമുക്ക് എന്ത് വരുന്നില്ല, പ്രക്ഷുബ്ധത വരുന്നില്ല, നമുക്ക് അതിനോടൊരു ദേഷ്യം വരുന്നില്ല, നമുക്കൊന്നും ഒരു ഭാവം വരുന്നില്ല. പിന്നെ പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഉദാസീനനും അവയ്ക്ക് അതീതനുമായിരിക്കുക. ഇപ്പൊ നമുക്കറിയാം നമ്മൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഉദാസീനനും അവയ്ക്ക് അതീതനുമായിരിക്കുക. കാരണം നമ്മളെല്ലാം ചെയ്യുന്നത് ആരാണ്? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് ഉദാസീനനായിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയിൽ അങ്ങനെ ഇരിക്കുക, അവയ്ക്ക് അതീതനായിട്ട് ഇരിക്കുന്നത്. പിന്നെ ആത്മനിഷ്ഠനായിട്ട് സുഖദുഃഖങ്ങളെ തുല്യ നിലയിൽ കാണാം. സുഖവും വന്നാലും ദുഃഖം വന്നാലും അത് ഒരേപോലെ കാണാൻ പറ്റുക. പിന്നെ മൺകട്ടയും കല്ലും പൊന്നും വ്യത്യസ്തമല്ല. ആരുടെ ദൃഷ്ടിയിലാണോ മൺകട്ടയും കല്ലും പൊന്നും വ്യത്യസ്തമല്ലാത്തത്, പിന്നെ ആർക്കാണോ പ്രിയമായിട്ടോ അപ്രിയമായിട്ടോ യാതൊന്നുമില്ലാത്തത്, അങ്ങനെയുള്ള വ്യക്തിക്ക് പ്രിയെന്ന് പറയാനൊന്നുമില്ല, അപ്രിയെന്ന് പറയാനൊന്നുമില്ല. അങ്ങനെയുള്ള വ്യക്തിയെ നമുക്ക് എന്ത് പറയാം? ത്രിഗുണങ്ങൾ അതിക്രമിച്ച വ്യക്തി എന്ന് പറയാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള വ്യക്തിയെ ത്രിഗുണങ്ങൾ അതിക്രമിച്ച വ്യക്തി എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് എല്ലാത്തിനെയും ഒരു സമഭാവനയോടെ കാണാം. സുഖം വന്നാലും ദുഃഖം വന്നാലും നമ്മൾ പിന്നെന്താണ് പറഞ്ഞത്? നമുക്ക് പ്രകാശത്തിന്റെ ആസക്തിയുടെ വ്യാമോഹത്തിന്റെ സാന്നിധ്യത്തില് അത് വേണമെന്നും തോന്നണില്ല, ഇല്ലെങ്കിലും അത് വിരോധമില്ല, രണ്ടും പ്രോബ്ലം ഇല്ല. പിന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങളില് പ്രക്ഷുബ്ധനാകുന്നില്ല. നമുക്ക് മനസ്സിലാകാണ് പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് എല്ലാത്തിനും കാരണം എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ഉദാസീനനായിരിക്കുക, അവയ്ക്ക് അതീതനായിരിക്കുക. സുഖദുഃഖങ്ങളെ തുല്യനിലയിൽ കാണുക, കല്ലും മണ്ണും പൊന്നും ഒക്കെ ഒരേപോലെ കാണുക. അങ്ങനെയുള്ള വ്യക്തിയാണ് എന്ത് നമ്മൾ പറഞ്ഞത്? ത്രിഗുണങ്ങൾ അതിക്രമിച്ച വ്യക്തി എന്ന് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? ആ വ്യക്തി ധീരനായിരിക്കും. പിന്നെ നിന്ദകളിലും സ്തുതികളിലും മാനത്തിലും അപമാനത്തിലും സമചിത്തനായിരിക്കും. അതായത് ആ വ്യക്തി എങ്ങനെയായിരിക്കും? ധീരനായിരിക്കും ആ വ്യക്തി. പിന്നെ മറ്റുള്ളവരെ നിന്ദിച്ചാലും സ്തുതിച്ചാലും മാനിച്ചാലും അപമാനിച്ചാലും എങ്ങനെയായിരിക്കും? സമചിത്തനായിരിക്കും. ഒരേപോലെ നിന്ദിച്ചാലും ഒരു പ്രോബ്ലം ഇല്ല, സ്തുതിച്ചാലും ഒരേപോലെ ആയിരിക്കും, മാനിച്ചാലും അപമാനിച്ചാലും ഒരേ രീതിയിൽ കാണാം. ശത്രുക്കളോടും മിത്രങ്ങളോടും ഒരു ഭേദവ്യത്യാസം ഉണ്ടാവില്ല, ഒരേപോലെ ശത്രുക്കളെയും മിത്രങ്ങളെയും കാണുമ്പോൾ ഒരേപോലെ പെരുമാറാം. നിരുദ്യമനുമായിട്ടുള്ള പ്രത്യേകിച്ച് എന്താ പറയാ, നിരുദ്യമനായിട്ടുള്ള വ്യക്തി. നിരുദ്യമം എന്ന് വെച്ചാൽ എന്ത് പറയും? നിരുദ്യമം എന്ന് വെച്ചാൽ എന്താ പറയാ? ഉദ്യമങ്ങള് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശം ഇല്ലെന്നോ അങ്ങനെ എന്താ പറയാൻ പറ്റാ? നിരുദ്യമം എന്ന് വെച്ചാല് മനസ്സിലായോ? നിരുദ്യമം എന്ന് വെച്ചാ ഒന്നിനും പ്രതികരിക്കാത്ത ഒരു പ്രവൃത്തിയിലും താല്പര്യമില്ലാത്ത എന്നുള്ള നിരുദ്യമൻ. നിരുദ്യമൻ ബുക്കിലില്ലല്ലോ.
ഇല്ല. അപ്പൊ നിരുദ്യമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉദ്യമങ്ങളും ചെയ്യാനായിട്ട് ഇല്ലാത്ത താല്പര്യമില്ല, ഒരു ഉദ്യമങ്ങളും ചെയ്യാത്തെന്നും പറയാം അല്ലെ. പ്രത്യേകിച്ചൊന്നും ഇല്ല, നോർമലി ആയിട്ട് സാധാരണ രീതിയിൽ പോലെ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയെ നമുക്ക് എന്ത് പറയാം? ഗുണാതീത. ആസക്തി ഇല്ലാതെ പ്രവർത്തിക്കുകയും ചിലപ്പോ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയാണ് ആര്? അതായത് ഗുണങ്ങള്, അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നാ ചോദിച്ചത് രണ്ടാമത്തെ ചോദ്യം അല്ലെ. അപ്പൊ അദ്ദേഹം എങ്ങനെയായിരിക്കും? ധീരനായിരിക്കും, നിന്ദിച്ചാലും സ്തുതിച്ചാലും മാനിച്ചാലും അപമാനിച്ചാലും സമചിത്തനായിരിക്കും, ശത്രുക്കളോടും മിത്രങ്ങളോടും ഒരേ ഭാവത്തിലായിരിക്കും, നിരുദ്യമനായിരിക്കും. അങ്ങനെയുള്ള വ്യക്തിയാണ് എന്ത്? ഗുണങ്ങൾക്ക് അതീതനായ വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പെരുമാറ്റമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. ഒന്ന് ആ വ്യക്തിയുടെ ലക്ഷണങ്ങള്, ഒന്ന് രണ്ടാമത്തെ ആ വ്യക്തിയുടെ പെരുമാറ്റം. ഇതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? എങ്ങനെയാണ് ഇതിനെ അതിക്രമിക്കാൻ സാധിക്കാന്നാണ് ചോദിച്ചത്. മൂന്നാമത്തത്, എങ്ങനെയാണ് ഈ പ്രതിഗുണങ്ങളെ അതിക്രമിക്കുന്നത്? മാംചയോ വ്യഭിചാരേണ ഭക്തി യോഗേന സേവതേ സാഗുണാൻ സമതീതൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. എങ്ങനെയാണ് ഇതിനെ അതിക്രമിക്കാൻ സാധിക്കുക എന്നാണ് മൂന്നാമത്തെ ചോദ്യം അല്ലെ. ആ ചോദ്യത്തിന് ഉത്തരം എന്താ ഭഗവാൻ പറയുന്നത്? ഏതു പരിതസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവ്വം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്താം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയുള്ളവർക്കാണ് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നത്? എന്താണ് ത്രിഗുണങ്ങൾ അതിക്രമിക്കാൻ സാധിക്കുന്നത്? ഏതൊരു പരിതസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവ്വം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നവർക്കാണ് വേഗത്തില് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് പരമപദത്തിലെത്താനായിട്ട് അല്ലെങ്കിൽ ബ്രഹ്മപദത്തിലെത്താനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുണ്ടോ ഇത് പറയുന്നത്? അപ്പൊ ഏതൊരു പരിതസ്ഥിതി, നമ്മൾ ഏത് സിറ്റുവേഷൻ ആയാലും, സന്തോഷം വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഭഗവാനെ വിളിക്കേണ്ടത്, ദുഃഖം വരുമ്പോഴും നമ്മൾ ഭഗവാനെ വിളിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ എങ്ങനത്തെ സാഹചര്യം ആയാലും നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഭഗവാന്റെ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഭക്തിപൂർവ്വം പിഴയ്ക്കാതെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിക്കാനായിട്ട് സാധിക്കും, ബ്രഹ്മപദത്തിൽ എത്താൻ സാധിക്കുമെന്ന് അർജുനന്റെ മൂന്നാമത്തെ ചോദ്യത്തിന് ഭഗവാൻ 26ാമത്തെ ശ്ലോകത്തിലൂടെ ഉത്തരം നൽകാണ്. ബ്രാഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസാവയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസൈകാന്തികസ്യ ച. അമൃതവും അക്ഷയവും ശാശ്വതവും ആത്യന്തിക സുഖത്തിന്റെ മൂലസ്ഥാനവുമായ വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനവും ഞാൻ തന്നെയാണ്. അമൃതമായിട്ടുള്ളതും അക്ഷയമായിട്ടുള്ളതും ശാശ്വതമായിട്ടുള്ളതും ആത്യന്തികമായിട്ടുള്ളതുമായ ആ സുഖത്തിന്റെ മൂലസ്ഥാനം ആര് തന്നെയാണ്? എല്ലാറ്റിന്റെയും അടിസ്ഥാനം ഭഗവാൻ തന്നെയാണ്. അമൃതമായിട്ടുള്ളതും അക്ഷയമായിട്ടുള്ളതും ശാശ്വതവും ആത്യന്തിക സുഖത്തിന്റെ മൂലസ്ഥാനമായിട്ടുള്ള വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനവും എല്ലാറ്റിന്റെയും അടിസ്ഥാനം ആര് തന്നെയാണ് ഭഗവാൻ പറയുന്നത്? ഭഗവാൻ തന്നെയാണെന്നുള്ള പറയാണ്. കാരണം എല്ലാതും ഇപ്പൊ ബ്രഹ്മം പറഞ്ഞാലും പരമാത്മാവ് എന്ന് പറഞ്ഞാലും എല്ലാത്തിന്റെ മൂലസ്ഥാനം ആരാണ്? ഭഗവാനാണ്. അമൃതം, അക്ഷയം, ശാശ്വതം, എല്ലാത്തിന്റെ എന്താ പറയാ ആത്യന്തികമായിട്ടുള്ള സുഖത്തിന്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. എല്ലാതും ആരിൽ തന്നെയാണ് എത്തുന്നത്? ഭഗവാനിലേക്ക് തന്നെയാണ് എത്തുന്നതെന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരാണ്. ഇത് എങ്ങനെയാണ് എത്തുന്നത് ഭഗവാനിലേക്ക്? എങ്ങനെയാണ് എത്താ? ഭഗവത് സാക്ഷാത്കാരത്തിലൂടെ നമുക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഭക്തി ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഭക്തിയുടെ സേവനത്തിൽ ഭക്തന്മാരുമായിട്ടുള്ള സഹവാസം ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ ശ്രവണ കീർത്തന സ്മരണം അല്ലെ, അർച്ചനം, വന്ദനം, ദാസ്യം, പാദസേവനം എന്ന് പറഞ്ഞ 9 നവവിധ ഭക്തികൾ പറയുന്നത്, അത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള വഴികൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഭക്തിയിലൂടെ ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുന്ന ഭഗവാൻ ഇതിൽ പറയണം. അപ്പൊ ത്രിഗുണങ്ങളെ മറികടക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ അധ്യായത്തിൽ മെയിൻ ആയിട്ട് പറഞ്ഞത്. ആ ത്രിഗുണങ്ങളെ എങ്ങനെ മറികടക്കണം എന്നുള്ളതും എങ്ങനെയാണ് അർജുനന്റെ സംശയങ്ങൾ ചോദിക്കേണ്ടതിൽ അർജുനൻ ആ സംശയത്തിലൂടെ ഭഗവാൻ അത് പറയുന്നുണ്ട്. ഏത് അവസ്ഥയിലും ഏതൊരു സാഹചര്യത്തിലും പിഴയ്ക്കാതെ ഭക്തിയുടെ സേവനം ചെയ്യുന്നവർക്ക് എന്ത് സാധിക്കും? ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് ഭഗവാൻ ഓരോ അധ്യായത്തിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട് അല്ലെ. ഭക്തി, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഭക്തി ഉണ്ടാവണം. ഭക്തി എന്ന് വെച്ചാൽ എന്താണ്? ഭക്തി എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാനുമായിട്ടുള്ള
ഭക്തി ഭഗവാനെന്ന് മാത്രം കേൾക്കുന്നുള്ളൂ, ബാക്കി അങ്ങോട്ട് പോരുന്നില്ല. എല്ലാ ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക. പ്രവർത്തനത്തിലും ഭഗവാനെ കാണുക. അതാണ് എല്ലാ പ്രവർത്തനത്തിലും ഭഗവാനെ കാണുന്നതാണ് ഭക്തി. നിങ്ങൾക്കൊക്കെ ഭക്തി ഉണ്ടോ? കാണുന്നുണ്ടോ? നമ്മള് ഭക്തന്മാരാണോ? നമുക്ക് ഭക്തി ഉണ്ടോ? അത് ചോദിക്കട്ടെ. ഇപ്പൊ ആയി വരുന്നു. 12:15 ചോദിക്കാൻ കുഴപ്പമില്ല. നമ്മള് ഭക്തി ഉണ്ടോ? നമുക്ക് ഭക്തന്മാരാണോ നമ്മള്? ഇപ്പൊ ചെറുതായിട്ടായി വരുന്നു. ഭക്തി, നിങ്ങൾ ഭക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ഭഗവാന് നാമം ജപിക്കും, ഹരേ കൃഷ്ണ മന്ത്രം നേദ്യം അർപ്പിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. ഭക്തി എന്ന് വെച്ചാൽ ഞാൻ ഭക്തി നമ്മളെ മക്കളോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ആ സ്നേഹം കാണോ? നമുക്ക് കിട്ടും തോന്നുന്നുണ്ടോ? ഭക്തിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം നമുക്ക് സ്നേഹം. ഭക്തി എന്ന് വെച്ചാൽ സ്നേഹമാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? നമ്മളെ മക്കളോടായിരിക്കും അല്ലെ? എല്ലാവർക്കും അവരുടെ മക്കളോടായിരിക്കും നിൽക്കുക, അല്ലെങ്കിൽ അച്ഛനോട് ആരോടായിക്കട്ടെ ഇഷ്ടം എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ആ സ്നേഹം അവരോട് നമുക്ക് ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ആ സ്നേഹം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുമോ? നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നു പറഞ്ഞിട്ട് എപ്പോഴും ചെന്ന് കെട്ടിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അവർക്ക് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല, അവർക്ക് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ചെന്ന് കെട്ടിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അവർക്ക് അത് തോന്നും ആ സ്നേഹമാണെന്ന്. വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും. അതായത് ഇപ്പൊ അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് നന്നായിട്ട് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അവരെ പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കും, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്തു, അത് എത്ര വയ്യെങ്കിലും നമ്മൾ എണീറ്റ് ചെയ്തു കൊടുക്കും. കാരണം നമ്മളെ സ്നേഹം നമ്മൾ അങ്ങനെ പ്രകടിപ്പിക്കുന്നത് അല്ലെ? അതേപോലെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഭഗവാൻ പ്രകടിപ്പിക്കുന്ന സ്നേഹം മനസ്സിലായല്ലോ? ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടില്ല നിങ്ങൾക്ക്? ഭക്തി എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നെന്നുള്ളത്? ഭഗവാനോട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കണം. അത് നമുക്ക് പല രീതിയിൽ പ്രകടിപ്പിക്കാം. നമുക്ക് ഇപ്പൊ നമ്മൾ തുടക്കത്തിലായതുകൊണ്ട് നമ്മൾ പറഞ്ഞു നാമജപം. പക്ഷെ നാമജപം എന്ന് പറയുന്നത് ഒരു സാമ്പിൾ മാത്രമാണ്. നാമജപം മാത്രമല്ല, നാമജപത്തിലൂടെയാണ് നമ്മൾ കടക്കുന്നതെന്ന് മാത്രം. ഇപ്പൊ നമ്മള് നാമം ജപിക്കുന്നു, അതല്ലെങ്കിൽ ഭഗവാന് മാല ചാർത്തി കൊടുക്കാം. പിന്നെ ഇപ്പൊ നോൺ വെജ് ഒന്നും ഉണ്ടാക്കാത്ത വീട്ടുകളിലാണെങ്കിൽ ഭഗവാന് നിവേദ്യം വെച്ചെടുക്കാം. പക്ഷെ ഇതൊക്കെ അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ്. പ്രസാദം ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ആരാ കഴിക്കുന്നത്? നമ്മള്. അപ്പൊ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മള് സേവനം എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതും ഗുരുവിനെ സന്തോഷിപ്പിക്കുന്നതും ഒരു ഭക്തനെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണ്ടി ചെയ്യുന്നതല്ല ഭക്തിയുടെ സേവനം. നമ്മളിപ്പോ ചെയ്യണത് എന്താണ്? നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള സമയം നമ്മൾ എന്ത് ചെയ്യും? നാമം ജപിക്കും, നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ എന്തെങ്കിലും ത്യജിച്ചുകൊണ്ട് ചെയ്യാന്നറിയില്ല, ത്യാഗം. അതായത് നമുക്ക് ഇഷ്ടമുള്ളത് ത്യജിക്കുമ്പോഴാണ് അത് എന്താവണത് അല്ലെ? അങ്ങനെയല്ല. നമ്മൾ എക്സാമ്പിൾ പറയല്ലേ, നമ്മൾ എത്ര വയ്യെങ്കിലും നമ്മളെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് വയ്യാന്ന് വെച്ചാൽ നമ്മളെ വയ്യായി ഒന്നുമല്ല, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഉറങ്ങാതിരിക്കും, നമ്മളൊക്കെ ചെയ്യും. അത് ശരിക്കും ത്യാഗമാണ് അല്ലെ നമ്മൾ ചെയ്യുന്നത്? കാരണം നമുക്കറിയാം നമ്മൾ അങ്ങനെയാണ് നമ്മുടെ സ്നേഹം കാണിക്കുന്നത്. അതേപോലെ ആയിരിക്കണം നമ്മൾ ആരോട്? ഭഗവാനോട് ചെയ്യുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും, എല്ലാവരുടെ സിറ്റുവേഷൻ ഒരേപോലെ ആയിരിക്കില്ല, പലവർക്കും പല രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ആർക്ക് കൊടുക്കണം? ഭഗവാന് കൊടുക്കണം. അതാണ് നമുക്കത് മനസ്സിലാക്കാം. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് ഭക്തിയുടെ സേവനാണ്. ആ സേവനാണ് ഭക്തി. അപ്പൊ ആ സേവനത്തിലൂടെയാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? ഭഗവാനോടുള്ള ഒരു സ്നേഹമാണ് ശരിക്കും. അപ്പൊ നമ്മൾ ഭക്തന്മാരായിട്ടുണ്ടോ ഇപ്പോ? ഇല്ല. അല്ലെ? നമ്മൾ ഭക്തന്മാരാകണം. ഭക്തന്മാരാവാനുള്ള പരിശീലനമാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഭക്തി.
നമ്മളെല്ലാവരും ഭക്തി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പതുക്കെ പതുക്കെ അതിലേക്ക് എത്തും. ഇപ്പൊ നമുക്ക് പക്ഷെ അതിൽ കുറെ തടസ്സങ്ങൾ ഉണ്ടാവും. നമുക്ക് ഭൗതികമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം നമ്മളിപ്പോ ഒരു എന്താ പറയാ ഗൃഹസ്ഥാശ്രമത്തിലാണ്. അപ്പൊ നമുക്ക് നമ്മളെ കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനും കൂടി ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ അത് ചെയ്യേണ്ടത്. അതിനെ കടന്നിട്ട് മറികടന്ന് അതിനെ മാറ്റി വെച്ചിട്ട് ചെയ്താൽ നമ്മൾ കുറച്ചു ദിവസം കൊണ്ട് നിർത്തും. ഉറപ്പ് പറയാ, നമ്മൾ അത് ചെയ്യാതെ നമ്മൾ ഇനി വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, ഭഗവാൻ മാത്രം മതി എന്ന് വിചാരിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അത് വിട്ടുപോകും. നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മളെ സ്വഭാവമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യാൻ വേണം. ഒപ്പം തന്നെ ഭഗവാന്റെ കാര്യങ്ങൾ കൊണ്ടുപോകും. അപ്പൊ പതുക്കെ പതുക്കെ നമുക്ക് രണ്ടും ചെയ്യാനുള്ള കുറച്ച് നമുക്ക് ബുദ്ധിമുട്ട് തോന്നും ആദ്യം. പിന്നെ നമുക്കത് ശരിക്കും ഭഗവാൻ അതിനുള്ള വഴി കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തു തരും. സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പറയില്ലേ, അങ്ങനെ ചെയ്ത് പോകാൻ സാധിക്കും. അപ്പൊ നമുക്ക് യൂസ്ഡ് ആവും അതൊക്കെ. അത് നോർമലി നമുക്ക് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ അറിയാതെ നമ്മൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ പോലും അറിയില്ല നമുക്ക് വരുന്ന മാറ്റങ്ങളും. നമുക്ക് എല്ലാത്തിനും സഹിക്കാൻ സാധിക്കും. നമുക്ക് വരുന്ന മാറ്റങ്ങളാണ്. നമുക്ക് ഏറ്റവും വലിയ പേടി എന്താണ്? മരണഭയാണ് അല്ലെ? നമുക്ക് എല്ലാത്തിനെയും സഹിക്കാനായിട്ടും ക്ഷമിക്കാനായിട്ടും എല്ലാവരെയും ഒരുപോലെ കാണാൻ നമുക്ക് സാധിക്കും. ക്ഷമ വരും, നമുക്ക് സമാധാനം വരും. നമുക്ക് നാമം ജപിക്കാൻ തുടങ്ങിയിട്ടുള്ളവരല്ല എല്ലാവരും. നാമം ജപിച്ചൊരു 4 മാല മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അറിയാത്തൊരു സമാധാനം നമുക്ക് കിട്ടുന്നുണ്ടാവും. 4 മാല ജപിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തൊരു തോന്നിക്കോ, 4 മാല ജപിച്ചാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും. 4 മാല ജപിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അറിയാതെ വരുന്നൊരു കാര്യമാണ് സമാധാനം. 4 മാല ജപിക്കണം. 3 കിട്ടില്ല, 2 കിട്ടില്ല, 4 നമുക്ക് സമാധാനം കിട്ടും. പിന്നെ നമ്മളെ ഉത്കണ്ഠകൾ കുറയും, നമ്മളെ ടെൻഷൻ കുറയും. നമുക്ക് ഇതൊക്കെ നമ്മൾ പോലും അറിയാതെ, അതായത് എല്ലാ അസുഖത്തിനും ഡോക്ടർമാര് പാരസിറ്റമോൾ കൊടുക്കുന്ന പോലെ നമുക്കുള്ള അസുഖങ്ങളുടെ മരുന്നാണ് നാമജപം. നമ്മൾ പോലും അറിയുന്നില്ല അത് കഴിച്ചാൽ നമ്മളെ അസുഖം മാറുന്നത്. അങ്ങനെയാണ് നാമജപത്തിന് അത്ര ശക്തിയാണ് ഭഗവാന്റെ നാമത്തിന്. ഹരേ കൃഷ്ണ. നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, निताय गौर ब्रह्मानंदे हरि हरि बोल. हरे कृष्ण. क्वेश्चन आंसर ഉണ്ടല്ലോ അല്ലെ? ഏത് വരെ എത്തിണ്ടായിരുന്നു? 4-ാമത്തെ നോക്കണം അല്ലെ? 26-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറഞ്ഞത്? ഏത് പരിതസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്താം സാധിക്കും. രാജസ സ്വഭാവിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിയായ ആസക്തി, കഠിനാധ്വാനം, പ്രയത്നം, ഫലദുഷ്ടമായ പ്രവർത്തനം, ഭൗതിക സുഖങ്ങളോടുള്ള ആസക്തി. എന്തിനോടുള്ള ആസക്തിയാണ്? ഭൗതികമായ സുഖങ്ങളോടുള്ള ആസക്തി. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ എന്താണ്? കഠിനാധ്വാനം ചെയ്യും. നമ്മള് അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു വരുമ്പോ ചിലപ്പോ നമുക്ക് നടന്നില്ലെങ്കിൽ നമുക്ക് ദുഃഖം വരും. അപ്പൊ അതൊക്കെയാണ് രാജസ സ്വഭാവിയുടെ ലക്ഷണങ്ങൾ പറയുമ്പോൾ. കഠിനമായ ഭൗതിക സുഖങ്ങളോടുള്ള ആസക്തി അത് പറയാം നമുക്ക്. അപ്പൊ പിന്നെന്താണ്? കഠിനാധ്വാനം ചെയ്യാൻ ഇനിയും വേണം എന്നുള്ളൊരു സ്വഭാവം നമുക്ക് ആർക്ക് ഉണ്ടാവുന്നതാണ്? രാജസിക സ്വഭാവത്തിലുള്ളവർക്ക്. ബ്രഹ്മാവ് വാഴുന്ന ഗ്രഹം ഏതാണ്? ഒന്നാമത്തെ ശ്ലോകത്തിൽ എന്തിനെ കുറിച്ചാ പറയുന്നത് ഭഗവാൻ? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അറിഞ്ഞത് കൊണ്ട് ഋഷികളെല്ലാം തികഞ്ഞ പരിപൂർണം നേടിയിട്ടുണ്ട്. സാധിച്ചു അല്ലെ? ഋഷികൾക്ക് പരിപൂർണം. അപ്പൊ ഇതിലൊരു ക്വസ്റ്റ്യനും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അർജുനൻ ചോദിച്ച ചോദ്യങ്ങൾ. അർജുന 3 ചോദ്യങ്ങളാണ് ഭഗവാനോട് ചോദിക്കുന്നത്. ആ 3 ചോദ്യങ്ങൾ എഴുതിയേക്കാം, അതിന്റെ ഉത്തരങ്ങൾ എഴുതിയേക്കാം. കേട്ടല്ലോ? ആ 3 ചോദ്യങ്ങൾ ഉണ്ടല്ലോ 24-ാമത്തെ ശ്ലോകത്തില്. 21-ല് അർജുനൻ ചോദിക്കുന്ന ചോദ്യമാണ് പറയുന്നത്. 3 ചോദ്യങ്ങളാണ് അർജുനൻ ചോദിക്കുന്നത്. ത്രിഗുണങ്ങൾ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പെരുമാറ്റം എന്താണ്? എങ്ങനെയാണ് ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അതിക്രമിക്കാനായിട്ട് സാധിച്ചത്? 3 ചോദ്യങ്ങൾ. ഇതിനുള്ള ഉത്തരം, ആദ്യത്തെ 2 ചോദ്യത്തിനുള്ള ഉത്തരാണ് 22, 23, 24, 25 ശ്ലോകങ്ങളിൽ തന്നിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരാണ് നമ്മൾ 26-ാമത്തെ ശ്ലോകത്തിൽ കണ്ടത്. 26-ാമത്തെ ശ്ലോകം നമ്മൾ മനസ്സിൽ വിചാരിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട്. കാരണം നമുക്ക് എന്ത് വേണം? ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അതിക്രമിക്കണമെങ്കിൽ ഏതൊരു പരിതസ്ഥിതിയിലും നമ്മൾ പിഴയ്ക്കാതെ ഭക്തിയുത സേവനം ചെയ്യും. നമ്മളെ സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് പരീക്ഷണങ്ങൾ വരും പല രീതിയിൽ. നമ്മൾ ശ്രമിക്കുമ്പോ നമ്മളെ പരീക്ഷിക്കുന്നത് ആരാണ്?
ആരാണ് നമ്മളെ ദുർഗാദേവി മായാദേവി മായാദേവി. നമ്മളെ കുറെ പരീക്ഷിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം ഇത് എനിക്ക് തരുന്ന പരീക്ഷണാണെന്നുള്ളത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഇത് എനിക്ക് അത് ബുദ്ധി ഉണ്ടാവണമെങ്കിൽ നമ്മൾ നാമം ജപിച്ച് ഭഗവാന്റെ അടുത്തിരിക്കണം. ഭഗവാനോട് കൂടുതൽ അടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള ബുദ്ധികളൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കി ഇത് എന്നെ പരീക്ഷിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവും. നമുക്ക് പല നമ്മളെല്ലാവരും നമ്മൾ ചെയ്ത കർമ്മത്തിനനുസരിച്ച് നമ്മൾ അനുഭവിച്ചേ പറ്റൂ അല്ലെ. അതിന്റെ ആ ശക്തി കുറയ്ക്കാൻ സാധിക്കും നാമജപത്തിന്. നമുക്ക് അനുഭവിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ പറയില്ല കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തുമ്പിൽ കൊണ്ടു എന്നൊക്കെ പറയില്ലേ നമ്മള്. അത് ശരിക്കും ശരിയായ കാര്യമാണ്. നമ്മളിപ്പോ നാമൊക്കെ ജപിച്ചു വരുമ്പോ നമുക്ക് ആ കൊള്ളും. അത് കൊള്ളുന്നത് അപ്പൊ എന്താണ്, നമുക്കത് തട്ടുകയും ചെയ്യും. എന്നാൽ നമ്മൾ അത് ഏൽക്കുകയില്ല. അതേ രീതിയിൽ വന്നു പോകും. നാമജപം കൊണ്ട് നമുക്ക് സംഭവിക്കുന്നതാണ് അഗ്നി. നമ്മൾ പറയുന്ന വെച്ചാല് ഭഗവാൻ അഗ്നിയോട് താരതമ്യപ്പെടുത്തിയിട്ട് പറയുന്നത്, അതായത് അഗ്നിയിൽ എരിപ്പിച്ച് കളയാൻ. അഗ്നിയുടെ പ്രത്യേകത എന്താണ്, നമുക്ക് എല്ലാത്തിനും ചാമ്പലാക്കാൻ സാധിക്കില്ല, ഇല്ലാതാക്കാൻ. അതേപോലെ തന്നെ നമ്മുടെ കർമ്മഫലങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ഭഗവാന് സാധിക്കും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ചെയ്തത് നമ്മൾ ചെയ്തു പോയി. അപ്പൊ ആ കർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കണം. ഇനി നമുക്കത് മാറ്റാൻ പറ്റുന്നത് ഈ ജപത്തിലൂടെ. നമുക്ക് റിവൈൻഡ് ചെയ്തിട്ട് പോയിട്ട് അത് മാറ്റി ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്കിനി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നാമം ജപിച്ചാൽ അത് കുറയ്ക്കാൻ സാധിക്കും നമുക്ക്. അപ്പൊ അത് അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്ക് നമ്മൾ അനുഭവിക്കാനുള്ളതില് കുറവ് വരും. അപ്പൊ നമുക്കിപ്പോ ചില കാര്യങ്ങൾ വരുമ്പോ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും. നമുക്കതിനെ തരണം ചെയ്യാൻ സാധിക്കും. ആ ഒരു ശക്തിയാണ് നമുക്ക് വേണ്ടത്. അതിന് ഭഗവാനെ മുറുക്കി പിടിക്കുക, വേറെ ഒന്നും വേണ്ട. നമുക്ക് ഭഗവാൻ മതി. ഭഗവാനെ മുറുക്കി. കാരണം ഇത്രയും നമ്മൾ വന്നു എന്തായാലും കുറെയൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു. പിന്നെ ഭഗവാൻ ഇല്ലാണ്ട് നമുക്കൊരു ജീവിതം വേണ്ട, അങ്ങനെ വിചാരിച്ചു പോകാം അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, എന്തായാലും നമുക്ക് നടക്കും. ഭഗവാൻ കൂടിയുണ്ടെങ്കിൽ പിന്നെ വല്ല പ്രോബ്ലം ഉണ്ടോ നമുക്ക്? ഒന്നും വേണ്ട. ഭഗവാൻ ഉണ്ടെങ്കിൽ എല്ലാവരും തന്നെത്താനെ വരും നമ്മുടെ കൂടെ അല്ലെ. പിന്നെ നമുക്ക് എന്തിനാ പേടിക്കാനുള്ളത്? അങ്ങനെ വിചാരിച്ച് നമുക്ക് പോകാം. സബ് തയ്യാറല്ലേ എല്ലാവരും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.